എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ അരുണേട്ടൻ്റെ വീഡിയോ കണ്ടു. അരുണേട്ടാ നല്ല ഉണ്ട് കേട്ടാ. കല്യാണത്തിനൊന്നും ക്ഷണിക്കുന്നില്ലേ കൊച്ചു കള്ളൻ? എന്തായാലും ആ പെണ്ണിൻ്റെ ഓരോ യോഗം എന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, അതങ്ങനെയാന്ന് ഞാൻ കേട്ടു. ലോഡ്ജിൽ നിന്ന് പിടിച്ചു, മറ്റേത് പിടിച്ചു എന്നൊക്കെ. എന്തായാലും ഒരു സമയം ഉണ്ടാവുമല്ലോ ദാസ എല്ലാത്തിനും. അപ്പം നമുക്ക് മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ദാസനും കെട്ടിയോളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സംഭവം പൊളിച്ചെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പറയാനുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നാലും എൻ്റെ അരുണിന് പെണ്ണ് കൊടുക്കാൻ മാത്രം ഇതേത് പെണ്ണിനാ ഇത്രയോ ആ പെണ്ണിൻ്റെ കഷ്ടകാലെന്നേ ഞാൻ പറയും. വേറൊന്നും കൊണ്ടല്ല, ഈ ഹണി ട്രാപ്പ് താത്തേൻ്റെ കൂടെ മെഴുകി നടന്ന ആൾക്ക് പെണ്ണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ഓരോ യോഗേ സംഭവം തന്നെ. എന്തായാലും ചാവാതിരുന്നാൽ മതി, എന്തായാലും പ്രസവിച്ചാൽ മതിയെങ്കിലും ആയിരുന്നു അല്ലേ. നമുക്ക് കാണാം മച്ചിയാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ എന്നില്ല. കാരണം മച്ചി 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 എന്ന് പറഞ്ഞിട്ട് പ്രിയേനെ ആക്ഷേപിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ. അപ്പോൾ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് വെലിങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും പറ്റില്ല. പറയുമ്പം പറയുമോ ഇവരെ വീഡിയോ കാണരുത്, പക്ഷെ കാണുന്ന നോട്ടിഫിക്കേഷനും ഫസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നത് ഈ ചങ്ങൈകളാണ്. നോട്ടിഫിക്കേഷൻ അവരെ വിചാരം നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ എന്ത് പൊട്ടന്മാറാ, നോട്ടിഫിക്കേഷൻ വരില്ല എന്ന വിചാരം. യൂട്യൂബിനെ പറ്റി കുറച്ച് അറിയേ കേട്ടാ, പോയിട്ടെങ്കിലും മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളെ വീഡിയോസൊന്നും കാണാറില്ല. പിന്നെ കാണാണ്ടാണോ പുള്ളി ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുണിൻ്റെ മൊയന്ത നീ പറയുന്നുണ്ടല്ലോ, മൊയന്തായ മുട്ട മറ്റേന്നൊക്കെ. ഈ അരുണിന് എന്ത് കോലാടൊക്കെ ആളെ ഏത് പെണ്ണ ഈ അരുണിൻ്റെ അടുക്ക വീണത് എന്ന് നമുക്ക് കല്യാണം കഴിഞ്ഞാൽ കാണാം എന്തായാലും എങ്ങനെയാന്ന് എന്നുള്ളത്. 916 ആണോ അല്ലെ 91800 ആണോ എന്നുള്ളത് അന്നേരം നമുക്ക് പറയാം. എന്തു തന്നെയായാലും കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞ് നോയിക്കോന്നൊക്കെ അല്ലേ പഴമൊഴി. എന്തായാലും ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മച്ചി എന്ന് വിളിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മച്ചി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണാം അല്ലേ. ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ എന്നൊക്കെ പറഞ്ഞ സിനിമയല്ലേ, ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സിനിമയല്ലേ. അതുപോലെയാണ് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ പരിഹസിക്കുന്ന സമയത്ത് അത് സ്വന്തമായിട്ട് അനുഭവിച്ചങ്ങ് കൂട്ടുക. ഇപ്പം ഭയങ്കര സന്തോഷവതി. എന്തൊക്കെയായിരുന്നു 2 ദിവസം മുന്നേ ആത്മഹത്യ നാടകവും ഒന്നും പറയണ്ട. എടുത്ത വൈക്ക് ആരോ സെലിബ്രിറ്റി പോയിട്ട് ഇത് കൊടുത്തു. ഏത് ആള് കൊടുക്കേ? നമുക്ക് തന്നെ ഒരു 10-250 ഗ്രൂപ്പിൻ്റെ അകത്ത് ഇവളെ വന്ന മെസ്സേജ് എൻ്റെ പൊന്നോ കാണാൻ പറ്റൂല. അതിനാന്ന് ഇങ്ങനെയല്ല, ഞാൻ ശരിക്കും ചിരിച്ചിരിച്ച് മരിച്ചിന്. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ, ഇങ്ങനത്തെ ട്രോളുകളല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എന്നൊരാൾ മുകളിലുണ്ട്. കാരണം 4 പെണ്ണുങ്ങൾ അടി എന്നാണ് ഇവളെല്ലാവരോടും പറയുന്നത്. ഒരിക്കലും അല്ല, അതെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. 4 പെണ്ണുങ്ങൾ അടിയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം മാത്രമാണ്. ഇപ്പം പ്രിയ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ശ്രീലേച്ചി ആയിക്കോട്ടെ, ഷെഫിന ബീബി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ശ്രീലക്ഷ്മി ആയിക്കോട്ടെ, ഹരിതി ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒരൊറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അന്ന് മുതൽ ഇങ്ങത്തോളം അടി കഴിഞ്ഞത്. 18ഓളം കേസിൻ്റെ ഡീറ്റെയിലൊക്കെ ഉടനടി ഞാൻ തന്നെ പുറത്തു വിടും. വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതാണ്, ഞാൻ തന്നെ നിനക്ക് കാണിച്ചത്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു ഇത് വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ മോളെ. അപ്പം എന്തായാലും നമുക്ക് കാണാം. എന്തായാലും അവരൊക്കെ അണിയറയിൽ നിന്നും പുറത്ത് വരാൻ ഉള്ള ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊരു ബിഗ് സെല്യൂട്ട്. കാരണം നിങ്ങൾ അണിയറേൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളിങ്ങ് പുറത്ത് വന്നതുകൊണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇനി അടുത്ത ആത്മഹത്യക്ക് ശ്രമിക്കാനൊന്നും നിൽക്കണ്ട. ഉശിരായി പോരാടി ജീവിക്കൂ, അത്രേ പറയാനുള്ളത്.